യാ ഹേ വെൽക്കം ബാക്ക് ടു പുതിയൊരു എപ്പിസോഡിലോട്ട്. ഒരു പോഡ്കാസ്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല, ഒരു ടോക്ക് സെഷൻ. ഏതായാലും കുറച്ച് ദിവസങ്ങളായില്ലേ ഈ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്നുണ്ട്. ഏതായാലും വല്ല ഒരു വീക്ക്ലി എനിക്ക് മൈൻഡിൽ ഓടുന്നതോ അല്ലെങ്കിൽ ഞാൻ സ്ട്രൈക്ക് ആവുന്ന ഒരു പോയിന്റ് ആയിരിക്കും സംസാരിക്കുക. അതും റിപ്പീറ്റഡ് ആവാതിരിക്കും വേണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഭയങ്കരമായിട്ട് കാണുന്നൊരു കാര്യമുണ്ട്, ലൈക്ക് യുദ്ധം, അല്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് ഈ ടെലിങ് ഓൺ സോഷ്യൽ മീഡിയ ഓൺ ദാറ്റ് തിങ്സ്. റിയൽ ലൈഫിൽ എനിക്ക് അറിയത്തില്ല, എന്നാലും നമ്മളത് ആൾക്കാർ തന്നെ പലരും തമ്മിൽ തല്ലുന്നു, പലരും ഭയങ്കര അഭിപ്രായ വ്യത്യാസം. അവർക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവർ പറയാനല്ലാതെ മറ്റവന് അത് അവനങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞ് അവൻ കയറി സ്റ്റോറി ഇടുക, ഇവന് കയറി സ്റ്റോറി ഇടുക, അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാവരും ബ്ലൈൻഡാണ്, കണ്ണട്ടന്മാരാണ്. ഐ ഡോണ്ട് നോ. ഐ തിങ്ക് സോഷ്യൽ മീഡിയ എന്നുള്ളതൊരു പ്ലാറ്റ്ഫോമാണ്. ഇറ്റ്സ് ഫോർ എൻ്റർടൈൻമെൻറ്റ് ഓർ ടോക്കിംഗ് ദീസ് തിങ്സ്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പം എല്ലാവരും ഇങ്ങനെ ബോധവാനാവുന്നൊരു മാറ്റർ. ഐ ഡോണ്ട് നോ. കാരണം ഇത്ര കാലം ഫലസ്തീൻ അത് ഒരുപാട് ആൾക്കാർ സംസാരിച്ചല്ലോ. അപ്പം ആ ഒരു സംസാരത്തിനിടയിൽ കൂടെ തന്നെയാണ് സുഡാനിലാണെങ്കിലും നൈജീരിയയിലാണെങ്കിലും ബാക്കിയുള്ളടത്ത് ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പം ഒരു മേജർ ടോപ്പിക് ഉണ്ടാകുമ്പോൾ എല്ലാവരും ഹോട്ട് ന്യൂസ് പോലെ തന്നെയാണ് ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ്. അതിന് സംസാരിക്കുന്നു, അതിന് ഒരു വശം വെക്കുന്നു, മറുവശം വെക്കുന്നു. ഈ എല്ലാ വശം വെച്ച് ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാ? നമുക്കൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, നമുക്കൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നമ്മളെ മനസ്സിൽ വെക്കുക. അല്ലാതെ അതിന് കയറി തല്ലുകൂടുക, അതായിട്ടൊന്നും അതൊക്കെ ഫേസ്ബുക്കായി മാറുന്നില്ല, ഇൻസ്റ്റാഗ്രാം കുറച്ച് കാലങ്ങളായിട്ട്. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. കാരണം ഭയങ്കരമായ പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡിവൈഡ് വരുന്നുണ്ട്, പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അറ്റ് എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾസോ ഹ്യൂമൻസ്. ഹ്യൂമൻസ് ആണ്. ഇപ്പം നമ്മളെ വീട്ടിലും ഇതുപോലെ ഇഷ്യൂസ് നാളെ വന്നേക്കാം. അതിനകത്ത് നമ്മളൊരിക്കലും മിണ്ടാതിരിക്കരുത് എന്നല്ല. അല്ലാതെ അപ്പുറത്തവൻ്റെ വീട്ടിലെ പ്രശ്നം കണ്ടോ ഇപ്പുറത്തവൻ്റെ വീട്ടിൽ, നമുക്കൊരു ഇത്രയും പ്രശ്നങ്ങളില്ലാത്തൊരു സൊസൈറ്റി കിട്ടി. അതിനൊരു ടാങ്ക് കോഡ് പറയുക, അല്ലെങ്കിൽ ടാങ്ക് കോഡ് ഓർ ടാങ്ക് സംതിങ്. ആഫ്റ്റർ ഓൾ ദാറ്റ് ദി തിങ്സ്. അല്ലാതെ ഭയങ്കരമായിട്ട് അവൻ ഈ പ്രശ്നക്കാരനാണ്, ഇവൻ ഈ പ്രശ്നക്കാരനാണ്, അതെടുത്ത് സ്റ്റോറി ഇടുക, അതെടുത്ത് മെൻഷൻ അടിക്കുക. ഐ ഡോണ്ട് നോ വൈ ദ ഹ്യൂമൻസ് ആർ ലൈക്ക് ദിസ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് ഒരു മേജർ ഇഷ്യൂ ആയിട്ടൊന്നും ഇല്ല. നേപ്പാളിൽ അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർ ടൈറ്റനായതുകൊണ്ട്, അല്ലെങ്കിൽ അത് അവർക്ക് ബാധിക്കുന്നതുകൊണ്ടുകൂടിയാണ്. ഇപ്പോൾ നമുക്ക് സുഡാനിൽ, അല്ലെങ്കിൽ ഫലസ്തീനിൽ, അല്ലെങ്കിൽ നൈജീരിയയിൽ അവിടുത്തെ ആൾക്കാരിലുള്ള പെയിൻ നമുക്ക് അനുഭവിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ കാണുന്നു, അയ്യോ ഇതാണ്, അയ്യോ പാവപ്പെട്ടവർ അല്ലേ, അങ്ങനെ. ഞാൻ ഒരിക്കലും ഈ ഒരു സാധനം നല്ല പറയാം. പൊതുവേ ഇപ്പം കറണ്ട്ലി സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ, വേറെ കുറേ മണവാളൻസും അതും ഇതും പറഞ്ഞ ഒരുപാട് ഫേക്ക് ഓർ സെൻറ്റിമെൻ്റൽ ഒരു കണ്ടൻറ് ക്രിയേറ്റർ. അത് ഫണ്ണാണെങ്കിലും ഇൻഫർമേറ്റീവ് ആണെങ്കിലും നോളജ് ആണെങ്കിലും മോട്ടിവേഷൻ ആണെങ്കിലും അതിൻ്റെയൊക്കെ വാല്യൂ പതിയെ കുറഞ്ഞ പോലെ തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് തട്ടിപ്പ്, വെട്ടിപ്പ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പെയിൻ അത് മാത്രം മതി ആൾക്കാർക്കെന്ന പോലെയാണ്. പെയിൻ കൺസ്യൂം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ മീഡിയം. ഐ ഡോണ്ട് നോ. ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലോട്ട് മാറും. ഒരിക്കലും ഒന്നും റിയാക്ട് ചെയ്ത് ഒന്നും നോക്കാതെ പോരുത്, അങ്ങനെ ഒരു ഉത്തരമൊന്നുമല്ല. നമ്മൾ ഓഫ് കോഴ്സ് നമ്മുടെ കാര്യം പറയാം, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. എനിക്കിപ്പോൾ ഉണ്ടായ എല്ലാ സ്ഥലത്തും, ഈവൻ യുക്രൈനിൽ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ യുദ്ധം, അത് പരക്കുന്ന സംസാരിക്കാം അല്ലേ. അവിടെയും കുട്ടികൾ മരിക്കുന്നുണ്ട്, ആൾക്കാർ മരിക്കുന്നുണ്ട്. ഒരിക്കലും ഇത് സർട്ടൻ ഓഫ് മതമാണ്, സർട്ടൻ ഓഫ് ദിസ് തിങ് ആണെന്നൊന്നും പറയരുത്. ലൈക്ക് ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ ഓരോ നാട്ടിലും അവിടുത്തെ റീജിയണൽ ഇഷ്യൂസാണ്. ഇപ്പോൾ നമ്മൾ അയൽവക്കത്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളത് കയറി നാട്ടുകാരടുത്ത് മൊത്തം പാടി നടന്നാൽ അങ്ങനെ ഉണ്ടാവും. അത് അവിടുത്തെ രാഷ്ട്രീയമാണ്, അവിടുത്തെ പൊളിറ്റിക്സാണ്, അവിടുത്തതാണ്. അപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും നമ്മളെക്കാളും, നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഒച്ചപ്പാടിനേക്കാളും 100,000 ഇരട്ടി ഒച്ചപ്പാട് ഉണ്ടാക്കാം. പക്ഷെ അതെന്തുകൊണ്ട് അവരുണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അവിടുത്തെ രാഷ്ട്രീയമുണ്ട്, അവിടുത്തെ ഒരു സംഭവമുണ്ട്, അവിടുത്തെ നാട്ടിലൊരു പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ അതിലൊക്കത്തെ ഒരു പ്രശ്നം ഉണ്ട് വെച്ചാൽ അത് നമ്മുടെ പ്രശ്നമാണോ എന്ന് പറഞ്ഞ് നടന്നിട്ട് നാട്ടുകാർ മൊത്തം പാട്ടാക്കുന്നു. അതിലാരെങ്കിലും എന്തെങ്കിലും എതിർപ്പോ അല്ലെങ്കിൽ അനുകൂലിച്ച് പറഞ്ഞാൽ അവനോ കൂടെ കൂട്ടുന്നു, മറ്റവന് ശത്രുതാക്കുന്നു. ഐ ഡോണ്ട് നോ വൈ ദിസ് പീപ്പിൾസ് ആർ ഓൺ ദീസ് തിങ്. അയ്യോ ഭയങ്കര ഇത് തോന്നി. ഐ ഫീൽ ലൈക്ക് ദാറ്റ്. പിന്നെ അതുപോലെ തന്നെ കുറേ ഹെയ്റ്റ് ക്യാമ്പയിൻസ് ആയിട്ട് കണ്ടല്ലോ. ഇപ്പം എന്താ പറയുക, അവിടെ ഇഷ്യൂസ് നടന്നു എന്ന് പറഞ്ഞതിന് ഇതുണ്ടാക്കുക, പിന്നെ എന്താ പറയുക, അവിടെ തെറി വിളിക്കുക. സ്ട്രീമിങ് എന്താണ് ഇപ്പം
ഉണ്ടോ ഞാൻ ഫുൾ ടൈം സ്ട്രീമർ കാണും എന്നൊരു ഇതൊന്നും പറയും. അല്ലെങ്കിൽ ആ സ്ട്രീമർ അല്ലെങ്കിൽ ആ സ്ട്രീമിങ്ങിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കുറേ മാറി ഇപ്പം കുറേ 5-10 പേര് ഇരിക്കുക, ഡയലോഗ് അടിക്കുക, ചുമ്മാ ഇതാക്കുക, ചർച്ചിലാതിരിക്കുക. ഐ ഡോണ്ട് നോ. ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എന്ന രൂപത്തിൽ പറയാമല്ലോ, ഐ വാസ് ക്രിയേറ്റിംഗ് ഓൺ പോഡ്കാസ്റ്റ്, റീൽസ്. വലിയ ക്രിയേറ്ററാണ്, വലിയ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ളവരാണ്. പക്ഷേ ഫുള്ളി ഫോർ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇപ്പോൾ ഒരുപാട് ഹെയ്റ്റ് ക്യാമ്പെയിൻസ് ഉണ്ടാക്കിയാൽ തന്നെ ഭയങ്കര റീച്ചാവും എന്ന മെൻറ്റാലിറ്റിയിലോട്ട് പലരും മാറി. ചുമ്മാ കുറേ ആൾക്കാരെ തെറി വിളിക്കുക, അല്ലെങ്കിൽ ചുമ്മാ കയറി ഫൈറ്റ് അടിക്കുക, ആ ഫൈറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ് നടക്കുക. അതിനൊക്കെ മെയിനായിട്ട് ചിക്കൻ വളം വെച്ച് കൊടുക്കുന്നതാണ് നീലക്കുയിൽ അല്ലെങ്കിൽ പച്ചക്കുയിൽ, അങ്ങനത്തെ ആൾക്കാരൊക്കെ. കാരണം ഇപ്പം അപ്പരാസീസ് ഒന്നും ആദ്യമായിട്ട് അല്ല ഉള്ളത്, നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നൊരു വാക്കും കൂടിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്ട്രീം എത്തുമ്പം അറിയാമല്ലോ, പ്രൈവസി ഇല്ല. അത് ഇനി ഓരോ കോമൺ ആൾക്കാർക്കും പോയോണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത്രകാലം വേണ്ടി ഈ സോ കോൾഡ് സെലിബ്രിറ്റീസിനാണ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറയാം. ഇതിപ്പോൾ ഈ പലരും ഒരു 10,000 ഫോളോവേഴ്സ് കിട്ടുമ്പോഴത്തേന് അവർ സെലിബ്രിറ്റിയായി മാറിയല്ലോ. പിന്നെ അവരെ കഥ, അവരെ കാര്യം, അവരെ പ്രൈവസി, ഐ ഡോണ്ട് നോ, ഐ ഡിഡ്ന്റ് ലൈക്ക് ഓൺ ദാറ്റ് തിങ്സ്, ഫീലിംഗ് സോ ബാഡ്. അതിനിടയിൽ കൂടെയാണ് പലരും അവരെ രാഷ്ട്രീയം വിളിച്ചു കൂവി അതൊരു പ്രശ്നമാക്കി, അത് അപ്പുറത്തവൻ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇവിടെ ഓക്കെ, നമുക്ക് ഇന്നൊരു സ്റ്റാൻഡ് എടുക്കാം. ഐ ഫാൾസോ നമ്മൾ ഒട്ടും സാഡ്നെസ് ഇല്ലാത്ത രൂപത്തിലല്ല പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊരു 10 സ്റ്റോറി ഇട്ടുകൊണ്ടൊന്നും ആരും ഒന്നും ആവാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് അല്ലാതെ പൊളിറ്റിക്കലി വേറെ ഒരുപാട് രൂപത്തിൽ നമുക്ക് പ്രഷറൈസ് ചെയ്യാൻ പറ്റിയേക്കാം, അല്ലെങ്കിൽ ഡൊണേഷൻ ആയിട്ട് കൊടുക്കാം. അല്ലാതെ ഈവൻ അറിയാലോ, ഒരു ഡൊണേഷൻ കൊടുത്ത് അത് 10 പേരോട് പറഞ്ഞ് നടക്കണം എന്ന് ഏത് മതത്തിലോ ഏത് പൊതുവായിട്ടുള്ള ഒരു ഇതിലങ്ങനെ പറയാറില്ല. ഇത്ര ഡൊണേഷൻ കൊടുത്തു ഇത്ര പോയി. അതേപോലെ തന്നെയാണ് ഇപ്പം നമുക്കവിടെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ നമുക്കൊരു ലോജിസ്റ്റിക്കലി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലാതെ സോഷ്യൽ മീഡിയ കാണുന്ന 10 പോസ്റ്റിന് റീപോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ സമയത്തുണ്ടായിരുന്നു ഈ പലസ്തീനി ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തൊക്കെ വാട്ടർമെലൺ ഇത് ഒരു ഫാഷൻ ട്രീറ്റ്മെൻറ്റ് പോലെ ആക്കുക. അതൊരിക്കലും നോ ബില്ലി എലീഷയായിരുന്നു ആദ്യം തുടങ്ങിയിരുന്നത്. പക്ഷെ അത് അത്രയും ആ ഒരു വെന്യൂവിൽ അവർ ബാക്കി എല്ലാം റെസ്ട്രിക്റ്റഡ് ആയ സമയത്ത് അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ പലർക്കും ലാസ്റ്റ് ആയപ്പം ഡിസൈനായി, പലർക്കും കണ്ടൻ്റായി. ചുമ്മാ ഒരു പാട്ടാക്കാനും അല്ലെങ്കിൽ കണ്ടൻ്റ് ആക്കാൻ മാത്രമല്ലോട്ട് തിങ്ക് ചെയ്ത ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ കണ്ടൻറ്റ് കിട്ടുമല്ലോ, ഇങ്ങനെ കയറി റീച്ച് കിട്ടുമല്ലോ, പലർക്കും റിലേറ്റബിൾ ആവുമല്ലോ എന്ന്. അപ്പം അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആൾക്കാർ ബ്ലൈൻഡ് ആവുന്നത്. ഐ തിങ്ക് സോ. അല്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇപ്പം ഒരു ഐ ഡോണ്ട് നോ, പല റീലും പല കാര്യങ്ങളും കാണുന്നുണ്ടാണ്. ദിസ് ഇസ് എ തിങ് ടു സ്പീക്ക്. ആരും ഡിവൈഡൻ്റ് ആവാതെ പോവാതിരിക്കട്ടെ. വി ആർ ഓൾ ഹ്യൂമൻസ്. അതപ്പുറത്ത് അതിലൊക്കത്തെ ഇഷ്യൂസാണ് നമ്മളവിടെ ഇല്ല. അതിന് നമ്മൾ ആദ്യം ഒരു ആരോടെങ്കിലും പറയുക, ടു എനി കോഡ് എനിത്തിങ് ടു ഹെൽപ്പ് യു ഓൺ ദീസ് തിങ്. നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം തന്നു തരും. അതിൻ്റെ പുറത്തോട്ട് അവരുടെ കാര്യത്തിൽ നമുക്ക് പെയിൻഫുള്ളി അത് അക്സെപ്റ്റ് ചെയ്യണം. നമുക്ക് വേറെ രൂപത്തിൽ ഡൊണേഷൻ എന്ത് കൈൻഡ് ഓഫ് സപ്പോർട്ട്സ് ആണ് അങ്ങനത്തെ നോക്കുക. അല്ലാതെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ട് ആരും ഇപ്പം നമ്മൾ ഗാസയെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സുകൊണ്ട് വെറുക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അംഗീകരിക്കുക എന്നുള്ള പുറത്തോട്ട്. നമ്മൾ ഹീറോ ആവാൻ വേണ്ടിയല്ലല്ലോ, അവർക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആവാൻ വേണ്ടിയല്ലേ അല്ലേ. താങ്ക് യു ഫോർ ലിസണിങ് ഓൺ ദീസ് തിങ്. നിങ്ങളുടെ തോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് PM-ലോ അല്ലാതെ അറിയിക്കുക. ജസ്റ്റ് എൻ്റെ ഒരു തോട്ട് പറഞ്ഞതാണ്.